ഇൻറ്റേർണൽ ചെക്ക്. ഇതിൽ പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് മീനിങ്, അതുപോലെ തന്നെ ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെൻറ്റാണ്. അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു അക്കൗണ്ടിങ് വർക്ക് ഒരാൾ തന്നെ ചെയ്യാതെ 2-3 പേര് ചെയ്യുന്നതിനെയാണ്, ഒരാൾ തന്നെ പൂർണ്ണമായിട്ട് ചെയ്യാതെ 2-3 പേര് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുക. ഇതിലൂടെ സ്പെഷ്യലൈസേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്ക് നടത്തുന്ന എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സൊക്കെ കണ്ടുപിടിക്കാൻ ഇത് സഹായകമാകും എന്നും പറയപ്പെടുന്നു. പിന്നെ ഡെഫിനിഷൻ, പ്രൊഫസർ അമോൽ ഡബ്ല്യു ജോൺസൺ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൺ വെർ ഇൻ ദി അക്കൗണ്ടിങ് വർക്ക്സ് ഓഫ് വൺ എംപ്ലോയി ഈസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് വെരിഫൈഡ് ബൈ ദി വർക്ക് ഓഫ് അനദർ എംപ്ലോയി. ബോത്ത് എംപ്ലോയീസ് ആർ വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഈച്ച് അതർ. അതായത് ഒരാൾ ഒരു വർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി മറ്റൊരാളുടെ വർക്കിനെ എടുത്തു നോക്കും, 2 ആളുകളുടെ വർക്കിനെ എടുത്തു നോക്കും. അവിടെ എന്ത് ചെയ്യും, 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക, സ്വതന്ത്രമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഇനി അവിടെ എന്തെങ്കിലും ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും വർക്ക് നോക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഒരു 24 ഉണ്ട്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, സിമ്പിളാണ് ആൻഡ് എഫക്റ്റീവാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒട്ടും തന്നെ എക്സ്പെൻസീവ് അല്ല, അത്ര തന്നെ എക്സ്പെൻസീവ് ആകാത്ത ഒരു സംഭവമാണ്. ആൻഡ് തേർഡ് വൺ ഈസ് കെയർഫുള്ളി ഡിവൈസ്ഡ് ആൻഡ് പ്രോപ്പർലി റെഗുലേറ്റഡ് ആണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് അതോറിറ്റി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് പ്രോപ്പർലി ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് വർക്ക് അമങ്സ്, ഓരോ സ്റ്റാഫിന് കൊടുക്കുന്ന വർക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് 6ാമത്തെ പറയുന്നത്. ആൻഡ് 7th വൺ ഈസ് വർക്ക് ഓഫ് സിമിലർ nature should be entrusted with one person to ensure സ്പെഷ്യലൈസേഷൻ. അതായത് ഒരേ വർക്ക് ചെയ്യുന്നതിൽ കൂടി ആളുകൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. നോ ഇൻഡിവിജ്വൽ ഷുഡ് ബി അലൗഡ് ടു പെർഫോം വൺ വർക്ക് കംപ്ലീറ്റ്ലി. ഒരാളെയും ഒരൊറ്റ വ്യക്തിയെ ഒരു വർക്കും പൂർണ്ണമായിട്ട് ചെയ്യാൻ ഇതിലൂടെ അലൗ ചെയ്യുന്നില്ല. കാരണം പൂർണ്ണമായിട്ട് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഇതിലുണ്ടാവില്ല. ആൻഡ് വർക്ക് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സച്ച് വേ ദാറ്റ് ദി വർക്ക് ഓഫ് വൺ സ്റ്റാഫ് ഓട്ടോമാറ്റിക്കലി ചെക്ക്. അതായത് ഒരാൾ ചെയ്ത വർക്ക് അടുത്തൊരാൾ സ്വാഭാവികമായിട്ടും ചെക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. നോ എംപ്ലോയി ഷുഡ് ബി അലൗഡ് ടു റിമൈൻ എ പെർട്ടിക്കുലർ ജോബ് ഫോർ എ ലോങ് പീരിയഡ്. അതായത് ഒരു എംപ്ലോയിക്കും അയാളുടെ വർക്ക് ഒരുപാട് കാലത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ ഈ ഒരു ഇൻറ്റേർണൽ ചെക്ക് ഉള്ളത് കൊണ്ട് സാധിക്കില്ല എന്നും കൂടിയാണ് പറയുന്നത്. 11ാമത്തത്, നോ എംപ്ലോയി ഓഫ് കൺസേൺ ഷുഡ് ബി റിപ്ലൈ അപ്പോൺ ടു മച്ച്. ആൻഡ് 12 ഈസ് പ്രോപ്പർ റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ഫില്ലിംഗ് വൗച്ചേഴ്സൊക്കെ ഫില്ല് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ടാവും. ആൻഡ് സേഫ് ഗാർഡ്, അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ചെക്സ്, അതുപോലത്തെ സെക്യൂരിറ്റീസൊക്കെ സേഫായിട്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കും. കാരണം അതൊക്കെ റെക്കോർഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. ദർ ഷുഡ് ബി എ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം. അവിടെ ഒരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള ലെഡ്ജർ സിസ്റ്റം ഉണ്ടായിരിക്കും. ആൾ ഇൻകമിങ് ലെറ്റേഴ്സ് ഷുഡ് ബി ഓപ്പൺ ബൈ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ്. അതുപോലെ തന്നെ എല്ലാ ഇൻകമിങ് ലെറ്റേഴ്സും റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. ആൻഡ് ദ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് ഓഫ് ഷുഡ് ബി entrusted to different personnel. And 18th is cashier should have no access to ledger. കാഷ്യർക്ക് ഒരിക്കലും ലെഡ്ജറിലേക്ക് ആക്സസ് ഇല്ല. പിന്നെ പറയുന്നത് 19, ആ റെമിറ്റൻസ് റിവൈസ്ഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഇമ്മീഡിയറ്റ്ലി. ഏതൊരു റെമിറ്റൻസ് റിസീവ് ചെയ്താലും അത് വളരെ പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ആൻഡ് ആൾ ക്യാഷ് പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ബൈ ചെക്ക്. എല്ലാ ക്യാഷ് പേയ്മെൻറ്റും ചെക്കായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഷുഡ് ബി വെരിഫൈഡ് ഫ്രീക്വൻ്റ്ലി. ക്യാഷും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസൊക്കെ ഫ്രീക്വൻ്റ്ലി വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. പെറ്റി ക്യാഷ് പേയ്മെൻറ്റൊക്കെ
ഇംപ്രസ്ഡ് സിസ്റ്റത്തിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ദർ ഷുഡ് ബി എഫക്റ്റീവ് കൺട്രോൾ ഓഫ് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ഗുഡ്സ്. റെസിപ്റ്റിലും ഇഷ്യൂ ഓഫ് ഗുഡ്സിലും എഫക്റ്റീവായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. നല്ല കൺട്രോളോട് കൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക. ദർ ഷുഡ് ബി എ പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം. അവിടെ ഒരു പെർപെക്ച്വൽ ആയിട്ടുള്ള ഇൻവെൻറ്ററി സിസ്റ്റം ആണ് ഉണ്ടായിരിക്കുക. ഇൻറ്റേർണൽ ചെക്കിന് മെയിനായിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ രണ്ട് ആളുകളുടെ സെയിം വർക്കിന് തമ്മിൽ താരതമ്യം ചെയ്യപ്പെടും. അവിടെ ഒരു ഇൻറ്റേർണൽ ചെക്കപ്പ് നടക്കും. അവിടെ ഫ്രോഡും എറേഴ്സൊന്നും വരാതിരിക്കാൻ ഇൻറ്റേർണൽ ചെക്ക് സഹായിക്കും എന്നതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.